ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരും ഒഡീഷയിൽ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഒഡീഷയിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് മാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടിടത്തും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും. ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഫലപ്രഖ്യാപനം എന്നതാണ് ആന്ധ്രയിലും ഒഡീഷയിലും രണ്ടിടത്തും പ്രധാനമന്ത്രിക്ക് അവകാശപ്പെടാൻ അഭിമാനിക്കാനുള്ള ചില നേട്ടങ്ങളുമുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് സമയക്രമങ്ങൾ? രണ്ടിടത്തും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടല്ലോ. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് രാവിലെ 11:27 ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഇന്നലെ ചേർന്ന NDA യോഗം ചന്ദ്രബാബു നായിഡുവിനെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. നായിഡുവിനെ സംബന്ധിച്ച് 4ാമത്തെ ഊഴമാണ് മുഖ്യമന്ത്രി പദത്തിൽ. പ്രത്യേകിച്ച് 95-ൽ ആദ്യമായി അധികാരത്തിൽ വന്ന ശേഷം ആന്ധ്ര വിഭജിച്ച ശേഷം 2014 അദ്ദേഹം 3ാമത് മുഖ്യമന്ത്രിയായത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തവണ ഒരു വലിയ തിരിച്ചുവരവ് കൂടിയാണ്. കാരണം കഴിഞ്ഞ 5 വർഷം സംസ്ഥാനം ഭരിച്ചത് YSR കോൺഗ്രസ് ആണ്. ഈ കാലഘട്ടത്തിലാണ് ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലടച്ചതും അടക്കമുള്ള നടപടികളിലേക്ക് ജഗൻമോഹൻ റെഡ്ഡി കടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മധുര പ്രതികാരമായിരുന്നു ഇത്തവണ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച്. ഏതായാലും 11:27 കൃഷ്ണ ജില്ലയിലെ ഗണ്ണവരം എയർപോർട്ടിന് സമീപത്തുള്ള IT പാർക്കിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ ആന്ധ്രാപ്രദേശിൽ എത്തുകയും ചെയ്തിരുന്നു. JP നഡ്ഡയും ചടങ്ങിൽ പങ്കെടുക്കും. ഇതിന് പുറമെ മറ്റു പല പ്രമുഖരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം TDPയുടെ സഖ്യകക്ഷിയാണ് ജനസേന പാർട്ടി. പവൻ കല്യാൺ നേതൃത്വം നൽകുന്ന പാർട്ടി. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ചിരഞ്ജീവി. അപ്പോൾ ചിരഞ്ജീവി പങ്കെടുക്കും. നായിഡുവിൻ്റെ അടുത്ത ബന്ധുവാണ് ജൂനിയർ NTR. ഇതിന് പുറമെ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയൊരു തിരിച്ചുവരവ് ഇത്തവണ NDA സഖ്യത്തിൻ്റെ ഭാഗമായാണ് ചന്ദ്രബാബു നായിഡു നടത്തിയിരിക്കുന്നത്. കാരണം 175 അംഗ നിയമസഭയിൽ 135 സീറ്റ് ഒറ്റയ്ക്ക് TDP നേടുന്നു. സഖ്യകക്ഷിയായ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി 21 സീറ്റും BJP 8 സീറ്റും നേടുമ്പോൾ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ അതുവരെ ഭരിച്ചിരുന്ന YSR കോൺഗ്രസിന് കേവലം 11 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ നായിഡുവിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒഡീഷയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 20 വർഷത്തെ BJDയുടെ നവീൻ പട്നായിക്കിൻ്റെ ഭരണത്തിനാണ് ഇത്തവണ അന്ത്യം കുറിച്ചത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുന്നു എന്ന പ്രത്യേകത കൂടി നിലവിലുണ്ട്. അവിടെ പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. VK പാണ്ഡ്യൻ വിഷയമാണ് പലരും BJD തന്നെ തുടർഭരണം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും VK പാണ്ഡ്യൻ, തമിഴ്നാട് സ്വദേശിയായ VK പാണ്ഡ്യൻ മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ തന്നെ അവിടെ BJPക്ക് ഏതായാലും ഗുണം ചെയ്യുമ്പോൾ 51 സീറ്റിലേക്ക് ബിജു ജനതാദൾ 147 അംഗ നിയമസഭയിൽ 51 സീറ്റിലേക്ക് ബിജു ജനതാദൾ ഒതുങ്ങുന്നതാണ് കണ്ടത്. മാത്രവുമല്ല, നവീൻ പട്നായിക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നവീൻ പട്നായിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദീർഘകാലം ഭരിച്ച 2ാമത്തെ മുഖ്യമന്ത്രിയാണ്. ഏറ്റവും ദീർഘകാലം ഭരിച്ച പവൻ ചാമലിംഗിന്റെ റെക്കോർഡ് മറികടക്കാൻ ദിവസങ്ങൾ മാത്രം മതിയായിരുന്നു നവീൻ പട്നായിക്കിന്. പക്ഷേ വലിയ തിരിച്ചടി ഇത്തവണ ഏതായാലും ബിജു ജനതാദളിനുണ്ടാകുമ്പോൾ BJP അവരുടെ പുതിയ മുഖ്യമന്ത്രി മോഹൻ മാഞ്ചി എന്ന മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഗോത്ര വിഭാഗത്തിലുള്ള നേതാവാണ്. അങ്ങനെ 23% സംസ്ഥാനത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ജനസംഖ്യ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നു BJP. 4 തവണ MLA ആയിട്ടുണ്ട്. 2000-ലാണ് ആദ്യം മോഹൻ മാജി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. 2000-ൽ അന്ന് BJDക്കൊപ്പമാണ് BJDയുടെ സഖ്യകക്ഷിയായിരുന്നു. അങ്ങനെ ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലെത്തുന്നു, ആദ്യമായി MLA ആകുന്നു. ഇപ്പോൾ ഏതായാലും 4 തവണ MLA ആകുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന പ്രത്യേകത കൂടി നിലവിലുണ്ട്. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കാരണം വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ആന്ധ്രയിലെ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി ഒഡീഷയിലേക്ക് തിരിക്കും. എൽദോ. ഓക്കെ, ആന്ധ്രയിലും ഒഡീഷയിലും ഇന്ന് സത്യപ്രതിജ്ഞ. രണ്ടിടത്തും പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും. മാജിയും ഒപ്പം ചന്ദ്രബാബു നായിഡുവും ഇന്ന് അധികാരമേൽക്കുകയാണ്.